നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-നുമെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ച് LDF വിട്ട PV അൻവർ MLA-ക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ് സെക്രട്ടറി PM മനോജ്. പാർട്ടി വേറെ ലെവലാണെന്നും അൻവർ തരത്തിൽ പോയി കളിക്കണമെന്നുമാണ് ഫേസ്ബുക്ക് കുറിപ്പിലെ പരാമർശം. MV രാഘവന് സാധ്യമല്ലാത്തത് പുതിയ കാലത്ത് സാധ്യമാകുമെന്ന് ആർക്കും സ്വപ്നം കാണാമെന്നും PM മനോജ് പരിഹസിക്കുന്നു. MV രാഘവന്റെ പൊതുയോഗങ്ങൾ കാണുന്ന ആർക്കും ഇനി CPM ഉണ്ടാകുമോ എന്ന് തോന്നുമായിരുന്നു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. 1987 വൻ ഭൂരിപക്ഷം നേടി LDF വന്നു. MVRന്റെ പാർട്ടി സഭയിലെ ഏകാംഗ കക്ഷിയായി. ഇത് വേറെ പാർട്ടിയാണെന്നും മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ഫേസ്ബുക്കിൽ കുറിക്കുന്നു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ അൻവർ ആരോപണം ഉന്നയിക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും രാഷ്ട്രീയ പരാമർശവുമായി FB പോസ്റ്റ്. MV രാഘവനെ പരാമർശിച്ചാണ് അൻവറിന്റെ പേര് പറയാതെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റ്. സർക്കാർ ശമ്പളം പറ്റുന്ന പ്രസ് സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ചട്ടവിരുദ്ധമാണെന്ന ആരോപണം ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. PM മനോജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: 80കളുടെ തുടക്കത്തിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് MVR ആയിരുന്നു. ബദൽ രേഖ വന്നപ്പോഴും MVRനോട് ആരാധന തന്നെ. അന്ന് സമരത്തിൽ പങ്കെടുത്ത അടിയും കൊണ്ട് തെറിയും കേട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കിടക്കുമ്പോൾ അവിടെ ജലക്ഷാമം രൂക്ഷം. MVR ജയിലിലെത്തി. ഞങ്ങളോട് വ്യക്തിപരമായ അന്വേഷണങ്ങൾ, മുറിവുകൾ തൊട്ടുനോക്കി ആശ്വാസവാക്കുകൾ, ചികിത്സ നൽകാൻ ജയിൽ സൂപ്രണ്ടിന് കഠിന നിർദ്ദേശം, അഞ്ചരക്കണ്ടിയിൽ നിന്ന് വെള്ളം കൊണ്ടുവരാൻ ഉഗ്രശാസനം. ഞങ്ങൾ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ MVRന്റെ പുതിയ പാർട്ടിയുടെ ഒരുക്കങ്ങൾ നടക്കുന്നു. നാടാകെ യോഗങ്ങൾ, ഓരോന്നിലും വൻ ജനാവലി. അന്ന് ചാനലുകളില്ല, പത്രങ്ങൾ വിധിയെഴുതി. മാർക്സിസ്റ്റ് പാർട്ടി തീർന്നു. MVRന്റെ പൊതുയോഗങ്ങൾ കാണുന്ന ആർക്കും തോന്നുമായിരുന്നു ഇനി CPM ഉണ്ടാകുമോ എന്ന്. ഒന്നും സംഭവിച്ചില്ല. 1987 വൻ ഭൂരിപക്ഷം നേടി LDF വന്നു. MVRന്റെ പാർട്ടി സഭയിലെ ഏകാംഗ കക്ഷിയായി. MVRന് സാധിക്കാത്തത് ഈ പുതിയ കാലത്ത് സാധ്യമാകുമെന്ന് കരുതാൻ ആർക്കും സ്വപ്നാവകാശമുണ്ട്. പക്ഷേ എടാ മോനെ, ഇത് പാർട്ടി വേറെയാണ്, പോയി തരത്തിൽ കളിക്കുക എന്ന് പറഞ്ഞാണ് അദ്ദേഹം പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അതേസമയം അൻവറിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾക്കും തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. തമിഴ്നാട് ഭരണകക്ഷിയായി DMK-യുമായി സഖ്യമുണ്ടാക്കാനുള്ള നീക്കം പാളിയിരിക്കുകയാണ്. അൻവറിനെ സഖ്യകക്ഷിയായി ഉൾപ്പെടുത്താനാകില്ലെന്നാണ് DMK നിലപാട്. കേരളത്തിലും തമിഴ്നാട്ടിലും ദേശീയതലത്തിലും CPM DMK-യുടെ സഖ്യകക്ഷിയാണ്. അത്തരമൊരു പാർട്ടിയുടെ വിമതനെ സഖ്യകക്ഷിയായി ഉൾപ്പെടുത്താൻ സാധിക്കില്ലെന്നാണ് DMK-യുടെ നിലപാട്. DMK വക്താവ് TKS ഇളങ്കോവൻ പ്രമുഖ ഓൺലൈൻ മാധ്യമമായ ന്യൂസ് മിനിറ്റിന് നൽകിയ പ്രതികരണത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. അതേസമയം സഖ്യനീക്കവുമായി PV അൻവർ സമീപിച്ചിരുന്നതായി DMK കേരള ഘടകം വ്യക്തമാക്കുന്നു. സഖ്യകക്ഷി ആക്കണമെന്നാവശ്യപ്പെട്ട് PV അൻവർ സമീപിച്ചിരുന്നതായി DMK കേരള ഘടകം സംസ്ഥാന സെക്രട്ടറി AR മുരുകേശൻ വ്യക്തമാക്കുന്നു. ഇക്കാര്യം ആവശ്യപ്പെട്ട് അൻവർ നൽകിയ കത്ത് DMK നേതൃത്വത്തിന് നൽകിയിരുന്നു എന്നും മുരുകേശൻ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ DMK NRI വിഭാഗം സെക്രട്ടറിയും രാജ്യസഭാ MPയുമായ പുതുകെ അബ്ദുള്ളയുമായി PV അൻവർ നടത്തിയ കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയം ചർച്ചയായില്ലെന്നാണ് ഇപ്പോഴത്തെ വിശദീകരണം. അൻവറും താനും ദീർഘകാല സുഹൃത്തുക്കളാണെന്നും തങ്ങൾ തമ്മിലുള്ള കൂടിക്കാഴ്ച സൗഹൃദപരമായിരുന്നുവെന്നും പുതുകെ അബ്ദുള്ള വിശദീകരിക്കുന്നു. എനിക്ക് കഴിഞ്ഞ 15 വർഷമായി അൻവറിനെ അറിയാം. അദ്ദേഹം എപ്പോഴെങ്കിലും ചെന്നൈ സന്ദർശിക്കുമ്പോൾ ഞങ്ങൾ കണ്ടുമുട്ടുക പതിവാണ്. അൻവർ സ്വന്തം പാർട്ടി തുടങ്ങിയാണെന്നും DMK-യിൽ ചേരുന്നതിനെക്കുറിച്ച് ചർച്ച നടന്നിട്ടില്ലെന്നും അദ്ദേഹം ന്യൂസ് മിനിറ്റിനോട് പ്രതികരിച്ചു.